എല്ലാവർക്കും നമസ്കാരം. ഇടപ്പള്ളി ചലച്ചിത്രോത്സവത്തിൻ്റെ 2ാം പതിപ്പിലെ 2ാം ദിനമാണ് ഇന്ന്. ഇന്നത്തെ സെമിനാർ വിഷയം സമകാലിക സിനിമയും പ്രതിരോധ രാഷ്ട്രീയവും. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമുക്ക് വിശിഷ്ടനായ ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. സിനിമാ സംവിധായകനായ ശ്രീ സജീവൻ അന്തിക്കാടാണ് ഇന്നത്തെ സെമിനാർ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നവർ വി കെ ഷാഹിന, കെ കെ സന്തോഷ് കുമാർ, എം ബി പത്മകുമാർ എന്നിവരാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് സമകാലിക സിനിമയും പ്രതിരോധ രാഷ്ട്രീയവും എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് നമ്മുടെ ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കിൻ എന്ന ഫിലിമും പിന്നെ യു കെയിലെ സ്ത്രീകൾ വോട്ടവകാശത്തിന് വേണ്ടി സമരം നടത്തിയ സഫ്രാഗേറ്റ് എന്ന സിനിമയുമാണ്, ആ വിദേശ സിനിമയുമാണ്. പക്ഷേ മലയാള സിനിമ നമ്മുടെ രാമു കാര്യാട്ടും പി ഭാസ്കരനും കൂടി നീലക്കുയിലിലൂടെ തുടങ്ങി വയ്ക്കുകയാണ് സിനിമ എങ്ങനെ പ്രതിരോധ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. അവിടെ നിന്ന് തുടങ്ങിയ സിനിമ പിന്നീട് സേതുമാധവൻ, എ വിൻസെൻ്റ് തുടങ്ങിയവർ ഏറ്റെടുത്തു. അതിലൂടെ പിറന്ന സിനിമകളാണ് തുലാഭാരം, മൂലധനം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അങ്ങനെ ഒരുപിടി സിനിമകൾ. അതിലെല്ലാം കുറേ മെലോഡ്രാമ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം സമൂഹത്തിൽ ഉണ്ടാവുന്ന അനീതികളെ, ഉച്ചനീചത്വങ്ങളെ തുറന്നു കാട്ടുന്ന, സ്ത്രീകൾക്കെതിരെയുള്ള അനീതികളെയൊക്കെ തുറന്നു കാട്ടുന്ന പല സിനിമകളും ഉണ്ടായിരുന്നു അതിലെല്ലാം. ഇതുപോലെ തന്നെയാണ് പിന്നീട് അവരിൽ കൂടി വളർന്നു വന്ന സിനിമ. പിന്നീട് പിറവി, മീനമാസത്തിലെ സൂര്യൻ, അമ്മ അറിയാൻ, ആരണ്യകം, പഞ്ചാഗ്നി, ഇതുകൂടാതെ നമ്മൾ അടുത്ത ദിവസം ആദരിക്കുന്ന കമലിൻ്റെ മഞ്ഞു പോലൊരു പെൺകുട്ടി, പിന്നെ സജീവൻ അന്തിക്കാടിൻ്റെ പ്രഭുവിൻ്റെ മക്കൾ, ഇതെല്ലാം ഓരോ രീതിയിൽ പ്രതിരോധ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്ത സിനിമകളാണ്. കൂടാതെ മണിലാലിൻ്റെ ഭാരതപ്പുഴ, ഉണ്ണികൃഷ്ണൻ ആവളയുടെ ഉടലാഴം, തന്തപ്പേറ്, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത, ഡോക്ടർ ബിജുവിൻ്റെ അദൃശ്യജാലങ്ങൾ തുടങ്ങി കുറേ സിനിമകൾ, എണ്ണിയാൽ തീരാത്ത സിനിമകൾ സമകാലിക രംഗത്ത് നമുക്ക് പ്രതിരോധ രാഷ്ട്രീയം തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ധാരാളം സിനിമകളുണ്ട്. അതിൽ അവസാനത്തേതെന്ന് പറയാവുന്ന ചിലതാണ് നമ്മുടെ പുഴു. അതൊരു പ്രത്യേക രീതിയിൽ എടുക്കപ്പെട്ട ഒരു മൂവിയാണ്. പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, മനോജ് കാനയുടെ കെഞ്ചിറ, പിന്നെ ജനഗണമന, ഇതെല്ലാം തന്നെ ഇതുപോലെ ഒട്ടനവധി സിനിമകളുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് ചിലത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, സമയം നമുക്ക് അധികമില്ല അതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സംവിധായകൻ, അദ്ദേഹവും ബാക്കിയുള്ളവരും ഇനി എന്താണ് സമകാലിക സിനിമയിലെ പ്രതിരോധ രാഷ്ട്രീയം എങ്ങനെ പ്രവർത്തിക്കുന്നു, എത്രത്തോളം മനോഹരമായിട്ടാണ് നമ്മൾ ആ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നത്, അതുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് കൂടി അവർ ചർച്ച ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഇന്നത്തെ ഈ സെമിനാറിൽ അതിഥികളായി വന്നിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുന്നതിനായി മെട്രോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം ബി സോമനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ 2ാമത് ഇടപ്പള്ളി ചലച്ചിത്രോത്സവം ഇന്നലെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയും 31-ാം തീയതി ഏറെ നാം പ്രതീക്ഷയോടെ കാക്കുന്ന ശ്രീ കമലിന് ആദരവോടെ സമാപിക്കുകയും ചെയ്യുകയാണ്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും വരുന്നില്ല. ചങ്ങമ്പുഴയുടെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ എത്രയോ വർഷങ്ങളായി നിരന്തരമായ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ഒരു വലിയ ഒരു പ്രത്യേക സംസ്കാരം തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒന്ന് ഫീൽ ചെയ്യും. ഇതിലാകെയുള്ളൊരു കുറവ്, ഇത്തരം സെമിനാർ പോലെയുള്ള വളരെ ഗൗരവമായ വിഷയങ്ങളെടുക്കുമ്പോൾ നമ്മുടെ ജെൻസി ഗ്രൂപ്പിനെ പലപ്പോഴും കാണുന്നില്ല എന്നതാണ്. എന്നാൽ വയോജനങ്ങളുടെ വളരെ ഗൗരവത്തോടെ ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ വളരെ സജീവമായി ഈ പ്രദേശത്ത് ഉണ്ട് താൻ. അപ്പോൾ ആ നിലയ്ക്ക് ആ കുറവ് ഭാവിയിൽ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ കമലിൻ്റെ 4 പതിറ്റാണ്ടിൻ്റെ ഒരു സെല്ലുലോഡ് കാഴ്ചകൾ എന്ന ക്യാപ്ഷനോടെയാണ് കമലിനെ ആദരിക്കുന്ന ഒരു ചടങ്ങോടെ
31-ാം തീയതി നമ്മുടെ ഈ പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഈ സെമിനാറിൻ്റെ ഞാൻ ശ്രീ സജീവൻ അന്തിക്കാടിൻ്റെ സമയം അപഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ച പോലെ സമകാലിക സിനിമയും പ്രതിരോധ രാഷ്ട്രീയവും, രാഷ്ട്രീയം ഏറ്റവും കലുഷിതമായ അന്തരീക്ഷത്തിലാണ്, പ്രത്യേകിച്ച് ഇന്നും സമീപ കാല സംഭവ വികാസങ്ങൾ. അവിടെ ഒരു ഏറ്റവും ജനപ്രിയമായ ഒരു പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഒരു സംരംഭം ആണ് ഒരുപക്ഷെ സിനിമ എന്ന മാധ്യമം. ആ മാധ്യമമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ഒരുപക്ഷെ സമൂഹത്തിൽ വലിയ ചലനമുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഈ വിഷയം എടുക്കുമ്പോൾ തീർച്ചയായും അതിലേക്ക് കൂടി വളരെ ഗൗരവമായ ഒരു പരിശോധന നടക്കും എന്ന് പ്രതീക്ഷിക്കാം. അതാണ് സമകാലിക സിനിമയും പ്രതിരോധ രാഷ്ട്രീയവും എന്ന വിഷയം തന്നെ നമ്മൾ ഇന്നത്തെ സെമിനാർ വിഷയമായി എടുത്തത്. ഇന്നലെ ശ്രീ ലാൽ ഔപചാരികമായാണ് നമ്മുടെ 3 കേന്ദ്രങ്ങളിലായാണ് പരിപാടി. ഒന്ന് കണ്ണൻ സ്മാരക സാംസ്കാരിക കേന്ദ്രം കലൂര്, അതുപോലെ സംഗീത തിയേറ്ററിൽ പ്രധാന ചടങ്ങ് നടക്കുന്നത് നമ്മുടെ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലുമാണ്. ഇപ്പോൾ ലാലിൽ തുടങ്ങി അവസാന ദിവസം സമാപിക്കുമ്പോൾ ഏതാണ്ട് 15 സിനിമകൾ കമലിൻ്റെ ഇവിടെ അനാവരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സാംസ്കാരിക മേഖലയിൽ സിനിമ, ഒരു ചലച്ചിത്രം എങ്ങനെയാണ് ചലച്ചിത്രത്തെ നാം നോക്കി കാണേണ്ടത്, അത്തരം വിഷയങ്ങളും വളരെ സജീവമായ ആഴത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ട്. പിന്നെ ഈ വിഷയം എടുക്കുമ്പോൾ ഒരു പ്രത്യേകത, നമ്മുടെ സജീവനെ മാറ്റി നിർത്തിയാൽ ഈ പരിപാടിയിൽ ഭാഗഭാക്കാകുന്നത് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തകർ തന്നെയാണ്. എൻ്റെ സജീവ പ്രവർത്തകനാണ് ഈ സജീവൻ അന്തിക്കാട്. ഞാൻ അന്തിക്കാടെന്ന് പറയുമ്പോൾ 3 പേരാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ചാക്കോടി അന്തിക്കാട് പലപ്പോഴും ഈ വേദിയിൽ വന്നു പോയിട്ടുള്ളതാണ്. അതുപോലെ സത്യൻ അന്തിക്കാട്. ഈ സജീവൻ KCBയിൽ ഒരുപാട് കാലം ഔദ്യോഗികമായി KCB ജീവനം കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ സിനിമയോടുള്ള ആ ഒരു താല്പര്യം മനസ്സിൽ സൂക്ഷിച്ച് അവസാന സർവീസിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള സജീവമായി ഫീൽഡിലേക്ക് വരിക ചെയ്ത ആളാണ്. ഒരു 3ഓളം സിനിമകളാണ് സജീവൻ. ഒന്ന് പ്രഭുവിൻ്റെ മക്കൾ, 2012 ഇറങ്ങിയ ചിത്രമാണ്. 2023 നമ്മുടെ ടോൾ ഫ്രീ ലാറ്റോ മാറ്റിന്. അങ്ങനെ 3 ചലച്ചിത്രമാണ് ഈ ചലച്ചിത്ര പ്രേമികൾ മുമ്പാകെ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ളത്. ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയ്ക്ക് നല്ല പ്രഭാഷകനാണ്. വിവിധ വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി, പ്രത്യേകിച്ച് ഈ സെല്ലുലോട് സിനിമാ സംബന്ധിയായ വിഷയങ്ങളിലും സാംസ്കാരിക വിഷയങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. തിരക്കഥാകൃത്താണ്. യുക്തിചിന്ത പ്രഭാഷകൻ എന്ന നിലയ്ക്ക് കേരളത്തിലെ സാംസ്കാരിക മേഖല ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹമാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അതുപോലെ KK രാജേശ്വരി FFSIയുടെ RC മെമ്പർ, റീജിയണൽ കമ്മിറ്റി മെമ്പറാണ്. വളരെ സജീവമായി ഒരു മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾ എന്ന നിലയ്ക്കും മെട്രോവിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി എത്രയോ കാലമായി ഇടപെടുന്നതാണ്. VK ഷാഹിന, KK സന്തോഷ് കുമാർ, MP പത്മകുമാർ, ഇവിടെ നന്ദി പറയുന്ന തോമസ് കോറശ്ശേരി ഉൾപ്പെടെ പതിറ്റാണ്ടുകളായി മെട്രോ ഫിലിം സൊസൈറ്റിയുടെ കഴിഞ്ഞ 20 വർഷമായി ഫിലിം സൊസൈറ്റി രൂപീകൃതമാകുകയും വളരെ സജീവമായി മേഖലയിൽ ഇടപെടുകയും ചെയ്യുന്നത്. അതോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് ഈ വേദിയിൽ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കാഴ്ചക്കാരും കേൾവിക്കാരും ഈ സാംസ്കാരിക മേഖലയിൽ സജീവ പങ്കാളിത്തം പലപ്പോഴായി രേഖപ്പെടുത്തപ്പെടുകയും അവരുടെ സാന്നിധ്യം നാം ശ്രവിക്കുന്നതുമാണ്. ഇപ്പം അത്തരത്തിലുള്ളൊരു തുടക്കത്തിൽ ഉള്ള ശുഷ്കമാണെങ്കിലും നമ്മുടെ സിനിമയ്ക്ക് മുമ്പ് ഈ സെമിനാർ തുടങ്ങുമ്പോൾ കുറേ കൂടി സക്രിയമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ശ്രീ സജീവൻ അന്തിക്കാടിനെയും നേരത്തെ സൂചിപ്പിച്ച KK രാജേശ്വരി, ഷാഹിന, സന്തോഷ് കുമാർ, MP പത്മകുമാർ, തോമസ് ഉൾപ്പെടെ മുഴുവൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളെയും
ഇവിടെ എത്തിയിട്ടുള്ള മെട്രോ ഫിലിം സൊസൈറ്റിയുടെയും അതുപോലെ മെട്രോ ഫിലിം സൊസൈറ്റിയും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായാണ് ഈ പരിപാടികൾക്കൊക്കെ വേദിയൊരുക്കുന്നത്. സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരെയും മറ്റ് സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ സെമിനാറിൽ സംസാരിക്കുന്നത് മെട്രോ ഫിലിം സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി കെ ഷാഹിനയാണ്. ഷാഹിന അധ്യാപികയാണ്, എഴുത്തുകാരിയാണ്. അപ്പോൾ ഷാഹിനയ്ക്കും പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ശക്തമായി പറയാനുണ്ടാകും. ചുരുങ്ങിയ വാക്കുകളിൽ അധിക സമയമെടുക്കാതെ ഷാഹിന അത് സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ സഹൃദയരായ മനുഷ്യരെ, ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ എന്നോട് ഇന്നലെ ഒരാളിവിടെ പറഞ്ഞു, എൻ്റെ കമ്മിറ്റിയിൽ തന്നെയുള്ളൊരു മാന്യ സുഹൃത്ത് എന്നോട് പറഞ്ഞു, വളരെ വെല്ലുവിളി നിറഞ്ഞൊരു വിഷയമാണ്, ശ്രദ്ധിച്ചു പറയണം എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും എനിക്ക് അങ്ങനെയുള്ളൊരു ഉപദേശം കിട്ടി. പൊതുവെ എൻ്റെ ഒരു രീതി ചെറുപ്പം മുതലേ എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് പറയലാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സിനിമയും പ്രതിരോധ രാഷ്ട്രീയവും എന്ന വിഷയമാകുമ്പോൾ പൊതുവെ നമ്മൾ ചിന്തിക്കുക, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലവിലുള്ള സമകാലികമായ രാഷ്ട്രീയത്തെ സിനിമ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളത് പറയുക എന്നുള്ളത്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്താഗതി, നമ്മളെ ഭരിക്കുന്നവർ എന്നുള്ള ആ പറയുന്ന വിവിധ പാർട്ടികളും ശക്തിയുണ്ടല്ലോ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ രാഷ്ട്രീയം എന്നുള്ള പദത്തെ സാധാരണ നിർവചിക്കുന്നത് അധികാരത്തിന് വേണ്ടി പരുവപ്പെടുത്തിയെടുക്കുന്നതും ശീലമാക്കിയെടുക്കുന്ന ഒന്നാണ് രാഷ്ട്രീയം എന്നുള്ളതാണ്. അപ്പോൾ ഈ അധികാരം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രത്തിൻ്റെ അധികാരമാകാം, വ്യക്തികളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങളെ, അത് വ്യക്തി ജീവിതം നമ്മുടെ തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ്, ആ കുടുംബത്തിൽ നിന്നുള്ള അധികാരമാകാം. അപ്പം ഈ അധികാര ശക്തികളോട് നമ്മൾ എങ്ങനെ പരുവപ്പെടുന്നു, അത് നമ്മൾ ശീലമാക്കി എടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അത് ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രത്തെ ഭരിക്കുന്ന രാഷ്ട്രീയം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഞാൻ ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്. ഇങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ന് നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും നിങ്ങൾ പറഞ്ഞത് പൊളിറ്റിക്കലാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്, അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സിനിമക്കാർ തന്നെ പറയുന്നൊരു കാര്യം, അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ നിർമ്മിച്ചെടുക്കുന്ന കഥാപാത്രങ്ങൾ, അവരുണ്ടാക്കിയെടുക്കുന്ന വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുക്കുന്ന കഥ, അവർ ആവിഷ്കരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോഴേക്കും അത് ഒട്ടും പൊളിറ്റിക്കൽ അല്ല എന്ന് പറഞ്ഞ വിമർശനങ്ങൾ അവർ നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയുന്നത് ചിന്താഗതികൾ, നമ്മുടെ എന്താ പറയുക, ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ സംസാര ശൈലി, എൻ്റെ വസ്ത്രം, അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം തന്നെ എൻ്റെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് തികച്ചും ഏതൊക്കെ തലത്തിൽ ഇത് അധികാരത്തോട് അല്ലെങ്കിൽ മറ്റൊരാളെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പരുവപ്പെടുത്തിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം തന്നെ എങ്ങനെ സിനിമ എന്ന് പറയുന്ന ഒരു കലയെ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് തലങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ എന്താ പറയുക, ഇവിടെ സജീവൻ സാറ് പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ജാതി വ്യവസ്ഥ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും അതുപോലെ നവോത്ഥാന ചിന്തകരെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ സിനിമയെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീ പുരുഷ ബൈനറികൾ എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം ജെൻഡറിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ ഈ ജെൻഡർ എങ്ങനെ സിനിമയിൽ വരുന്നു എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപക്ഷെ ഒരു 50 വർഷങ്ങൾക്ക് മുൻപുള്ള തലമുറ ചിന്തിച്ചിരുന്നത് പോലെയല്ല നമ്മുടെ ഇന്നത്തെ ആളുകൾ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സൈബർ കാലഘട്ടത്തോടു കൂടി ഈ ഒരു 10-20 കൊല്ലത്തെ മാറ്റം എന്നുള്ളത് ഒരു വലിയൊരു മാറ്റം തന്നെയാണ്, സൈബർ യുഗം വന്നതോടെ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചിന്താഗതികൾ എങ്ങനെ
സിനിമയിലേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ സിനിമ എങ്ങനെ നമ്മുടെ അല്ലെങ്കിൽ വാസ്തവത്തിൽ ഈ ചിന്താഗതികൾ തന്നെയാണ് പലതും സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ഈ പ്രകാരം ഇതെല്ലാം എങ്ങനെ സിനിമയിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. 2-3 കാര്യങ്ങൾ അതിൽ ഞാനിപ്പോൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ അധികാര രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ സിനിമ, മലയാളത്തിലെ ആദ്യത്തെ സിനിമ നവയുഗം എന്നൊരു സിനിമയാണെന്ന് കണ്ടു. 1950 ഇറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് കാണുന്ന പേരുകൾ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, രക്തസാക്ഷികൾ സിന്ദാബാദ് പോലെയുള്ള സിനിമകൾ അങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ ഇതെല്ലാം പ്രത്യയശാസ്ത്രപരമായിട്ട് നമുക്കറിയാം അധികാരത്തോട് എങ്ങനെയൊക്കെ നമ്മൾ മുട്ടുമ്പോൾ അതിനെക്കുറിച്ചുള്ള നമ്മുടെയുള്ള ചില ഭൂതകാല രതികളാണ് ഈ പറയുന്ന സിനിമകളിലൂടെയൊക്കെ നമ്മൾ കണ്ടത് തന്നെ. അപ്പം ഒരുപക്ഷെ ഈ പറയുന്ന ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഈ സമീപകാലത്ത് ഇറങ്ങിയ 1-2 സിനിമകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ 2025 ഇറങ്ങിയ 2 സിനിമകൾ, അതിൽ ഒന്ന് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, ഒരുപക്ഷെ എല്ലാവരും തന്നെ അത് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ സിനിമ ലോക എന്ന് പറയുന്ന സിനിമ. ഈ 2 സിനിമകളും വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പ്രതിനിധാനങ്ങളാണ്. എമ്പുരാൻ്റെ പ്രമേയം നമുക്കറിയാം, ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ നിർണയിച്ച ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ടായി. ആ സിനിമ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തെ നിർണയിച്ച്, അല്ലെങ്കിൽ ഇത് നിരോധിക്കണം, സിനിമ കാണിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അതിൽ അഭിനയിച്ച അതിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള മുരളി ഗോപിക്കെതിരെ, പൃഥ്വിരാജിനെതിരെ ഒക്കെ ഒരുപാട് വിമർശനങ്ങളും അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. എങ്കിൽ പോലും ആ സിനിമ വലിയ തിയേറ്റർ വിജയം നേടുകയുണ്ടായി. അപ്പം ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ഇത് മാത്രമല്ല, നമുക്കറിയാം ഈ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരുപാട് സിനിമകൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം സിനിമകൾ വേറെയുണ്ട്. ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തൊരു സിനിമയാണ് കേരള സ്റ്റോറി എന്ന സിനിമ. അപ്പോൾ ഇപ്രകാരം ഈ 2 സിനിമകളും എങ്ങനെ 2 തരം രാഷ്ട്രീയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. എമ്പുരാനിൽ മറ്റേ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ 2ാം ഭാഗമായിട്ട് എമ്പുരാൻ ഇറങ്ങുമ്പോൾ ഒരു തികഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ട് ഒരു സിനിമ മാറാതിരിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങളൊക്കെ അവരതിൽ നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്ന് സിനിമക്കാരെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എല്ലാത്തരം പ്രത്യയശാസ്ത്രങ്ങളെയും പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. എമ്പുരാനിൽ അതിൻ്റെ ആ ഒരു പ്രീതിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഒരുപാട് തീവ്ര വലതുപക്ഷത്തെയും അല്ലാത്ത വലതുപക്ഷത്തെയും ഇടത് പ്രത്യയശാസ്ത്രങ്ങളെയും പ്രീതിപ്പെടുത്താനുള്ള ശ്രമം നമുക്ക് എമ്പുരാനിൽ കാണാം. ഇപ്പം ലൂസിഫറിൽ തന്നെ, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയും ഇതുപോലെ അതിൻ്റെ ആദ്യത്തെ സിനിമ, അത് തിയേറ്ററിൽ ഒരുപാട് കയ്യടി നേടി വലിയ കളക്ഷൻ നേടിയ സിനിമയാണ്. അതിലെ ഏറ്റവും വളരെ രസകരമായൊരു ഡയലോഗ് ഇപ്പോഴും ഈ ചെറിയ കുട്ടികൾ വരെ സ്ഥിരമായിട്ട് പറയും, നിന്റെ തന്തയല്ലടാ എൻ്റെ തന്ത, അല്ലേ? ഇതുപോലെയുള്ള ഡയലോഗുകൾ. അപ്പോൾ ആ ഒരു ഡയലോഗ്, ലൂസിഫറിലെ ഡയലോഗ്, ഇത് തന്നെ വേറൊരു തരത്തിലെ എമ്പുരാനിൽ വരുന്നുണ്ട്. എല്ലാം എൻ്റെ തന്ത, എല്ലാം കാണുന്നുണ്ട് എൻ്റെ തന്തയെന്നോ അങ്ങനെ പറഞ്ഞിട്ട് മറ്റൊരു ഡയലോഗ് എമ്പുരാനിൽ വരുന്നുണ്ട്. പക്ഷേ ലൂസിഫറിൻ്റെ അത്രയും കയ്യടി എമ്പുരാനും നേടാൻ പറ്റില്ല ഇത്തരം ഡയലോഗുകളിൽ. അപ്പം ഈ രാഷ്ട്രീയത്തെ, ഈ സിനിമ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു കാര്യത്തെ, അല്ലെങ്കിൽ സമൂഹത്തിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെ ആവിഷ്കരിക്കുമ്പോൾ സിനിമക്കാരൻ നേരിടുന്ന, അല്ലെങ്കിൽ ഈ ചലച്ചിത്രകാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നിലവിൽ ഇവിടെ ഇരിക്കുന്ന ഭരണകൂടത്തോട്, അല്ലെങ്കിൽ നിലവിലുള്ള പ്രത്യയശാസ്ത്രങ്ങളോട്, നിലവിലുള്ള ജനങ്ങളുടെ അഭിരുചികളോട് അവരെ എങ്ങനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ആ പ്രീതിപ്പെടുത്തലിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന വിമർശനങ്ങൾ കൂടി അവർ സഹിക്കുകയും പലപ്പോഴും സിനിമ ഒരുപക്ഷെ തിയേറ്ററിൽ എത്താതെ പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് ലോക എന്ന് പറഞ്ഞ സിനിമയാണ്. ലോക എന്ന സിനിമയുടെ പ്രത്യേകത, സാധാരണ നമുക്കറിയാം നമ്മുടെ ബോധം എന്ന് പറയുന്നത് പലപ്പോഴും പാട്രിയാർക്കൽ ബോധമാണ്.
നമുക്ക്, ഞാനതാണ് നേരത്തെ പറഞ്ഞ വ്യക്തിബന്ധങ്ങളുടെ കാര്യം, കുടുംബം എന്ന് പറയുന്ന ബന്ധം, സമൂഹം, ഇതിലെല്ലാത്തിലും ഈ പാട്രിയാർക്കി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ഉള്ളിൽ ഇപ്പം പിതാരക്ഷതി കൗമാരോ, അല്ലെ, ഭർത്തൃരക്ഷതി യൗവനോ പുത്രോ രക്ഷതി വാർദ്ധക്യം എന്നൊക്കെ കേട്ട് വളർന്ന, അല്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ശീലിച്ചു വന്ന ഒരു സ്ത്രീ സമൂഹം ആണ് നമ്മുടെ നാട്ടിലുള്ളത്. വലിയ മാറ്റങ്ങളൊന്നും ഇന്നും വന്നിട്ടില്ല. അപ്പം നമുക്ക് എപ്പോഴും ഒരു രക്ഷകൻ വേണം. അത് കുടുംബത്തിലാണെങ്കിലും ശരി, സമൂഹത്തിലാണെങ്കിലും ശരി. അതല്ല, ഈ സമൂഹത്തെ മൊത്തത്തിലുള്ള എന്താ പറയുന്ന ഭരിക്കുന്ന ഭരണാധികാരികളിലും നമ്മൾ അങ്ങനെ ഒരു രക്ഷകനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഈ രക്ഷക സങ്കല്പങ്ങളെ ഊട്ടി ഉറപ്പിക്കുകയാണ് പലപ്പോഴും നമ്മുടെ പഴയ സിനിമകളും ചെയ്യുന്നത്, സമകാലിക സിനിമകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മുൻപിൽ ഇന്നും മമ്മൂട്ടിയും മോഹൻലാലും പിന്നീട് എന്താ പറയുന്നത്, അത് കഴിഞ്ഞ് വന്ന ടോവിനോ തോമസും പൃഥ്വിരാജുമൊക്കെ സൂപ്പർ സ്റ്റാറുകളായിട്ട് അങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ ഉള്ളിൽ ഇവരിങ്ങനെ താരരാജാക്കന്മാരായിട്ട്, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വസ്ത്രത്തിൻ്റെ കാര്യം, നടപ്പിൻ്റെ കാര്യം, സംസാരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇതിലെല്ലാത്തിലും കൃത്യമായ ഒരു അച്ചുകളിലൂടെയാണ് ഇവരെല്ലാവരും സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഓരോ കഥാപാത്രങ്ങളെയും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എമ്പുരാനിലെ, അല്ല, ലൂസിഫറിലെ ഡയലോഗ്, എമ്പുരാനിലേക്ക് ഡയലോഗ്. കാരണം തിയേറ്ററിൽ കയ്യടി കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു പാട്രിയാർക്കിയൽ സങ്കല്പത്തിലുണ്ടായ കൾട്ട് കഥാപാത്രങ്ങൾക്കാണ് തിയേറ്ററിൽ കയ്യടി കിട്ടുന്നത്. ഇപ്പം ഇത് തന്നെ നമ്മൾ സിനിമയിൽ നിന്ന് നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിൽ വന്ന് നോക്കിക്കോ, ഏകദേശം സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളെ തന്നെയാണ് നമ്മൾ ഇവിടെ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ നമ്മുടെ ഇടതാണെങ്കിലും വലതാണെങ്കിലും തീവ്ര വലതാണെങ്കിലും ഇവരെയെല്ലാം നയിക്കുന്ന പ്രധാന രാഷ്ട്രീയ നേതാക്കന്മാരെ സ്റ്റൈലും സംസാരവും അവരെ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൾട്ട് ഫിഗറുകളെ നമുക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ പാട്രിയാർക്കിയൽ മനോഭാവത്തെ പരിപൂർണമായി ഊട്ടിയുറപ്പിക്കുന്ന ഫിഗറുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സിനിമ ഇതിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ അങ്ങനെ പോകുന്നു. പിന്നെ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ബേസിൽ ജോസഫിൻ്റെയൊക്കെ സിനിമകളിലാണ്. ബേസിൽ ജോസഫിന് ഇപ്പോൾ ശ്രീനിവാസൻ പണ്ട് പറഞ്ഞതുപോലെ മമ്മൂട്ടി നായകനാകുന്ന സിനിമകളുണ്ടെങ്കിൽ എനിക്ക് നായകനാകാൻ പറ്റുന്ന സിനിമകളും ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെയാണ് ബേസിലിനെ പോലെയുള്ളവരൊക്കെ കടന്നു വരുന്നത്. അപ്പം അത് ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം കൂടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സൂപ്പർ ഹീറോസിൻ്റെ കാലഘട്ടത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ബേസിലിൻ്റെ കുറേ സിനിമകളുണ്ട്. ഒന്ന് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ. അതിൽ മറ്റേ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഒരു സ്വർണ്ണ ഇടപാടിനെ കുറിച്ചുള്ളൊരു സിനിമ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജയ 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 ഹോ എന്ന് പറയുന്ന സിനിമ, അല്ലേ, നമുക്കൊരിക്കലും നമ്മുടെ ഉള്ളിൽ സൂപ്പർ ഹീറോ ആയിട്ട് നിൽക്കുന്ന കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ സിനിമയിലെ നായകന് ഇടികൊള്ളുന്നത് നമുക്കൊരിക്കലും ഇഷ്ടമല്ല. ഒരുപക്ഷെ നായകൻ ഇടികൊള്ളുന്നത് നമ്മൾ എവിടെയാണ് കണ്ടത്? ജയ 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 ഹോ എന്ന് പറഞ്ഞ സിനിമയിലാണ്. അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പുതിയ സിനിമകളിൽ കാണുന്നു. ഈ മാറ്റങ്ങൾ വന്നത് വാസ്തവത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ സൈബർ യുഗത്തിൻ്റെ കടന്നുവരവോടുകൂടിയാണ്. പ്രത്യേകിച്ചും പുതിയ കുട്ടികൾ ഒരുപക്ഷെ നമ്മൾ ഇത്രയും കാലം ഈ ഒരു പാട്രിയാർക്കിയൽ മനോഭാവത്തെ ഊട്ടിയുറപ്പിക്കാൻ എത്രയേറെ ശ്രമിച്ചിട്ടും ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ, ഈ കോർപ്പറേറ്റ് കാലഘട്ടത്തിൽ പുതിയ കുട്ടികൾ ഇൻസ്റ്റഗ്രാം യുഗത്തിലും അതുപോലെ തന്നെ റീലുകളുടെയും മീമുകളുടെയൊക്കെ യുഗത്തിലാണ്. അവർക്ക് ഇതിനോടൊന്നും തന്നെ അത്രയേറെ അനുഭാവത്തോടുകൂടി പെരുമാറാൻ സാധിക്കില്ല. അവർ ഇതിനെല്ലാം വലിച്ചെറിയാനുള്ള മനഃപൂർവ്വമായൊരു ശ്രമം തന്നെ പലപ്പോഴും നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പല ചലച്ചിത്രകാരന്മാരും ആ ശ്രമങ്ങളെ കാണാതെ പോകുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. പക്ഷെ അതിൻ്റെ അനുരണനങ്ങളാണ് ഈ പറഞ്ഞ ചില സിനിമകളിലൂടെയെങ്കിലും പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ ഇവരെ ഇങ്ങനെ സൂപ്പർ സ്റ്റാറുകളായിട്ട് തന്നെ നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശ്രമം ഇപ്പോഴത്തെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൽ നമുക്കറിയാം, ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ ഈ രാഷ്ട്രീയത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അതിൽ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമല്ലെങ്കിൽ പോലും ഇപ്പോൾ അധികാര രാഷ്ട്രീയത്തെക്കുറിച്ച് വരുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഇറങ്ങിയ CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടി, അത്
ജെൻസി യുഗത്തിൻ്റെ ഒരു അല്ലേ, അത് കൂടി നമുക്കിപ്പോൾ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ലോക എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. ഈ 2 സിനിമകളാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ഈ ലോക എന്ന് പറഞ്ഞ സിനിമ ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ പാട്രിയാർക്കൽ എന്താ പറയുന്ന സങ്കല്പത്തെക്കുറിച്ചും അത് നിലനിർത്താൻ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലൂന്നിയ കഥാപാത്രങ്ങളെക്കുറിച്ചും. അപ്പം ലോക എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കാണുന്നത് ഒരു സ്ത്രീയാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. അവള് ഒരു യക്ഷിയാണ്, നീലി എന്ന് പറയുന്ന അല്ലേ, മറ്റേ നീലിയാണ് അവള്. നമ്മുടെ ആരാണ്, പ്രിയദർശൻ്റെ മകള് കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ച കഥാപാത്രം. ഈ കഥാപാത്രത്തിൻ്റെ നീലി എന്ന് പറയുന്നത് വാസ്തവത്തിൽ മലയാളികളെ ഏറെ വിഭ്രമിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആകർഷിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പഴയന്നൂർ, അതാണ് തിരുവനന്തപുരത്ത്, ആ ഒരു പ്രദേശത്തുണ്ടായ ഒരു കഥയാണ്, അവിടെ ഉണ്ടായൊരു കഥയാണ് ഈ നീലിയുടെ കഥ. നീലി എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് സവർണൻ എന്ന് സവർണരിൽപ്പെട്ട കുറച്ചും കൂടി താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് നീലി. ഈ നീലിയെ ഒരു നമ്പി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സ്നേഹിക്കുകയും വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ പിന്നീട് നീലി അയാൾ വഞ്ചിക്കുന്നതാണ്. അവളെ കൊന്നുകളയുന്നുണ്ട്. ഈ കൊന്നുകളഞ്ഞിട്ട് നീലിയും നീലിയുടെ സഹോദരനും പിന്നെ സഹോദരൻ ഇത് കണ്ട ഇവളുടെ മൃതദേഹം കണ്ട് ആത്മഹത്യ ചെയ്യുന്നു. പിന്നീട് ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നീട് രണ്ടുപേരും രണ്ടുപേർക്കും പുനർജന്മം ഉണ്ടാകുന്നു. അവരാണ് നീലിയും നീലനുമായിട്ട് മാറുന്നു. ഈ നീലി തൻ്റെ ഭർത്താവ് ഈ നമ്പി പിന്നീട് അനന്തൻ എന്ന പേരിൽ പുനർജന്മം എടുക്കുന്നു, അയാളെ കൊല്ലാനായിട്ട്. അങ്ങനെയുള്ള ഒരുപാട് കഥകളാണ്. ഈ ഒരു കഥ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് കാലാതീതമായ ഒരു സൂപ്പർ പരിവേഷത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാടും കടന്നിട്ട് അന്യദേശങ്ങളിലേക്ക് നീലി സഞ്ചരിക്കുന്നതായിട്ടും, എന്താ പറയുന്നത്, ഓരോ യുഗങ്ങൾ കഴിഞ്ഞിട്ടും നീലി ഇങ്ങനെ പല നാടുകളിലൂടെ സഞ്ചരിച്ച് എവിടെയാണോ അക്രമമുള്ളത് അവിടേക്ക് നീലി എത്തിച്ചേരുന്നു എന്നുള്ള രീതിയിലാണ് ആ സിനിമ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്താ പറയുന്നത് അക്രമം എന്നുള്ളത് നമ്മൾ സ്വയം, അല്ലെങ്കിൽ ഒരാളെ ഈ സമൂഹത്തിൽ ഇത്തരം പല അനീതികളും അഴിമതികളും പ്രശ്നങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും തന്നെ നമ്മൾ നമ്മുടെ അബോധ മനസ്സിൽ ഇതിനെ എല്ലാത്തിനെയും തന്നെ നമ്മൾ സ്വീകരിക്കാൻ പരുവപ്പെട്ടവരാണ്. വാസ്തവത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള സമൂഹം ഒരിക്കലും പാടില്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഇതൊക്കെ സമൂഹത്തിൽ ഉള്ളതാണ്. ഇപ്പം നമ്മൾ പറയും ജനാധിപത്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പറയും അഴിമതി, അതൊക്കെ ഉണ്ട്, അത് പാടില്ല എന്നല്ല നമ്മൾ പറയുന്നത്. അതൊക്കെ ഇവിടെ നടക്കും. അതിനോട് നമ്മൾ എങ്ങനെ പരുവപ്പെട്ടു പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്താഗതി. ഈ ഒരു ചിന്താഗതി തന്നെയാണ് ഈ പറയുന്ന സിനിമയിലേക്ക് വരുമ്പോഴും കാണുന്നത്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കൊരു രക്ഷകൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെങ്കിൽ പോലും ഒരു രക്ഷകയായിട്ട് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതാണ് വാസ്തവത്തിൽ പഴയ സിനിമകളാണെങ്കിലും സമകാലികമായ സിനിമകളാണെങ്കിലും നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്ന ഏറ്റവും എന്താ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സങ്കല്പം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് സമയമെടുത്ത് തോന്നുന്നു. എന്തായാലും ഈ ഒരു വിഷയം വലിയൊരു വിഷയമാണ്. തൽക്കാലം ഈ ഒരു സന്ദർഭത്തിന് ഒരു അവസരം തന്നതിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി ഷാഹിന. നമുക്കറിയാം എത്ര സംസാരിച്ചാലും തീരാത്തൊരു വിഷയമാണിത്. പക്ഷേ നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ് നമുക്ക് സ്പീക്കേഴ്സിനെ ഒന്ന് നിയന്ത്രിക്കേണ്ടി വരുന്നത്. അടുത്തത് സന്തോഷ് കുമാർ, മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. സിനിമകളെ, സംഗീതത്തെ, പുസ്തകങ്ങളെ ഏറെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത സംവിധായകൻ ശ്രീ സജീവൻ അന്തിക്കാട്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്നെ ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, സജീവൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയം തന്നെയാണ് സമകാലിക സിനിമയും പ്രതിരോധ രാഷ്ട്രീയവും എന്നത്.
എന്തുകൊണ്ട് ഈ വിഷയം എടുത്തു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ വിഷയം വളരെ സെൻസിറ്റീവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തതാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാം ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ അധികാര കേന്ദ്രങ്ങൾ എങ്ങനെയാണ് സമൂഹത്തെ ഓരോ തരത്തിൽ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നിരന്തരം ഓരോ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പ്രതിരോധ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അധികാര വ്യവസ്ഥിതി പൊതു സമൂഹത്തിന് നേർക്ക് നടത്തുന്ന കടന്നാക്രമണത്തെ എങ്ങനെ നേരിടാം എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് പ്രതിരോധ രാഷ്ട്രീയം എന്നുള്ളത് തന്നെ. അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. നമ്മുടെ ഇവിടെ നടക്കുന്ന ഓരോ രാഷ്ട്രീയ നിലപാടുകളും നാം എന്തു പറയണം, എന്തു ഭക്ഷിക്കണം, എന്തുടുക്കണം എന്നൊക്കെ നിർബന്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെയൊക്കെ ശക്തമായി എതിർക്കാൻ നമുക്ക് ലഭിക്കുന്ന മാധ്യമങ്ങൾ, അതിപ്പോൾ സിനിമയേക്കാളുപരി സാംസ്കാരിക മേഖലയിൽ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. സാംസ്കാരിക മേഖലയിൽ വളരെ ശക്തമായ രചനകൾ ഈ അടുത്ത കാലത്ത് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാലോ മറ്റു പല കാരണങ്ങളാലോ ഇതിനെ ഒക്കെ തമസ്കരിക്കുന്ന രീതിയിലുള്ള ഒരു പൊതുപ്രവർത്തനം പല രീതിയിൽ നടക്കുന്നത്. അതായത് രാഷ്ട്രീയ മേഖലയിൽ നിന്ന് മാത്രമല്ല ഭരണമേഖലയിലും മറ്റൊരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്ന രീതി ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. സിനിമ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ സജീവനും ഷാഹിനെയും ഒക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമുക്ക് നമ്മുടെ സിനിമയുടെ ചരിത്രത്തിലേക്ക് തന്നെ പോയാൽ നമുക്കത് കാണാൻ കഴിയും. നമ്മുടെ സിനിമ കൊണ്ട് എങ്ങനെയാണ് സിനിമ ഒരു ശരിക്കും ഒരു തോക്കൊരു പക്ഷേ മനുഷ്യ ശരീരത്തെ ആണ് നശിപ്പിക്കുന്നതെങ്കിൽ സിനിമ എന്ന മാധ്യമം മനുഷ്യൻ്റെ മനസ്സിലേക്കാണത് ഇറങ്ങിച്ചെല്ലുന്നത്. ഇത്രയും വലിയ മാധ്യമം മനുഷ്യനെ മൊത്തത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമത്തിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കൂടി നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആനന്ദ് പട്വർദ്ധൻ്റെ ഷോർട്ട് ഫിലിമുകളെല്ലാം തന്നെ തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ സമൂഹത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തിയത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നമ്മുടെ മലയാളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സിനിമകളും ഒരു പക്ഷേ ഒരു തരത്തിലും മറ്റു തരത്തിലും കീഴാള ജനതയെ എങ്ങനെ അപനിർമ്മിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെ പരിഹസിക്കപ്പെടുന്നു എന്ന് നമുക്ക് പലപ്പോഴും കാണും. നമ്മളൊക്കെ കണ്ട് വളരെ പൊട്ടിച്ചിരിച്ച സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജുവിൽ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നിനക്ക് വേറെ ഒരു സാധനത്തിനും കണ്ടില്ലടാ പ്രേമിക്കാനായിട്ട്. നോക്കൂ നിറത്തെ എങ്ങനെയാണ് വളരെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അല്ലെങ്കിൽ കീഴാള ജനത ഇങ്ങനെയാവും ഇതാണ് എന്ന് ബാഹുബലി എന്ന ചിത്രത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു പറ്റം ജനത അധികാരത്തോട് പോരടിക്കുന്നതിന് വളരെ മോശം രീതിയിൽ അവർക്ക് ഭാഷ പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് കാണാം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരിക്കൽ പോലും കൃത്യമായി ഇടപെട്ടിട്ടില്ലാത്ത ഒരു നേതാവിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള സിനിമ നമ്മൾ കണ്ടിട്ടുള്ള. ഇങ്ങനെ നാം കഴിഞ്ഞ 1999 കാലഘട്ടങ്ങളിലാണ് മറ്റേ അദ്വാനി അധികാരത്തിലേറുന്നതിന് മുമ്പ് എങ്ങനെയാണ് അവർക്കിവിടെ വഴി ഒരുക്കിയത് എന്ന് നമുക്ക് കാണാം. രാമായണം പോലത്തുള്ള മഹാഭാരതം പോലത്തുള്ള സിനിമകൾ നിർമ്മിച്ചുകൊണ്ട് അവരുടെ വഴി വെട്ടിത്തെളിച്ചത് എങ്ങനെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമുക്ക് അതിനെയൊക്കെ ചെറുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയ സിനിമകൾ ഉണ്ടായിത്തീരും. ആ രാഷ്ട്രീയ സിനിമകളുടെ നിരവധി ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. അത് വർഗം, ജാതി, മതം, ഭക്ഷണം, ആചാരങ്ങൾ ഇതിലെല്ലാം കൃത്യമായിട്ട് തുറന്നു കാണിക്കുന്ന സിനിമകൾ നമുക്ക് ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ വീട്ടകങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇരുണ്ട ചിത്രങ്ങൾ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള ചിത്രങ്ങൾ നമുക്ക് തുറന്നു കാണിച്ചു വരുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റ് നിരവധി സിനിമകൾ നമുക്ക് അതുപോലെ കാണാൻ കഴിയും. കമലിൻ്റെ സിനിമകൾ ഇത്തരത്തിൽ വളരെ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ നമുക്ക് കാണാൻ കഴിയും. കമലിൻ്റെ സിനിമകൾ പെരുമഴ ഇന്ന് സ്ക്രീൻ ചെയ്യുന്ന പെരുമഴക്കാലം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ വർഗങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. രണ്ട് വ്യത്യസ്ത സമുദായങ്ങളിലുള്ള ആൾക്കാർ അവസാനം ഒരാൾ ഗൾഫിൽ വെച്ച് ഒരു കൊലപാതകത്തിൽ ഏർപ്പെട്ടു പോവുകയും അപദോഷപ്പെട്ടുകയും അദ്ദേഹത്തിൻ്റെ ഇന്നലെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് റഹീം ഇപ്പോൾ വന്നു. രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മലയാളികളെ ഒന്നാകെ ഒരു മനസ്സോട്
പ്രവർത്തിക്കുകയും അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അതേപോലുള്ള ഒരു പ്രമേയം ചർച്ച ചെയ്യുന്നതാണ് പെരുമഴക്കാലത്തിൽ കൃത്യമായിട്ട് രണ്ട് വ്യത്യസ്ത അതിന് വേണ്ടിയിട്ട് സമൂഹം ആ സ്ത്രീ മറ്റ് വ്യത്യസ്ത മതോപാധത്തിലെ സ്ത്രീയെ സമീപിക്കുകയും അവിടെ മതങ്ങൾ വേർതിരിവില്ലാതാകുകയും അതിന് കാരണമാകുന്ന ഒരു ഇതോടുകൂടിയാണ് ചിത്രം സമാപിക്കുക. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട രണ്ട് കുട്ടികൾ, നിഷ്കളങ്കരായ കുട്ടികൾ തമ്മിൽ കളിക്കുന്ന ഒരു മനോഹരമായ ഇതിനോടുകൂടിയാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. അത്തരത്തിൽ എല്ലാ തരത്തിലും ഇന്ന് സിനിമ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാവിധ അനഭിലഷണീയമായ പ്രവണതകളെയും തുറന്നു കാണിക്കുകയും അതിനെ ചെറുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകൾ നമുക്ക് കൂടുതലായിട്ട് പ്രചരിപ്പിക്കുകയും പ്രതിരോധത്തിൻ്റെ ഭാഷയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വരും. സിനിമ ഒരു വലിയൊരു ടൂള് തന്നെയാണ്. ആ ടൂൾ കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം ഇവിടെ സജീവൻ്റെ സിനിമ പ്രഭുവിൻ്റെ മക്കൾ, ലാ ടൊമാറ്റോ, ഈ സിനിമകളൊക്കെ പ്രഭുവിൻ്റെ മക്കൾ തീർച്ചയായിട്ടും അന്ധവിശ്വാസത്തിനെതിരെയും ശാസ്ത്രീയമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രമേയമാണ് സജീവൻ അതിൽ കൂടെ കൈകാര്യം ചെയ്യുന്നത്. അത്തരത്തിലുള്ള സിനിമകൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ നിലവിലുള്ള ഭരണകൂടം നമുക്ക് നേരെ കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തെ നമുക്ക് ശക്തമായി പ്രതിരോധിക്കാൻ കഴിയും. അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നാം മെട്രോ ഫിലിം സൊസൈറ്റി നടത്തിക്കൊണ്ടിരുന്നത്. കാരണം മെട്രോ ഫിലിം സൊസൈറ്റി മുഖ്യധാര കൊമേഴ്സ്യൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനേക്കാൾ ഉപരി എങ്ങനെയാണ് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന നല്ല സിനിമകൾ, ക്ലാസിക് സിനിമകൾ, അത് വളരെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പുതിയ പരിവർത്തനത്തിൻ്റെ കാറ്റ് വീശുന്ന തരത്തിലുള്ള നല്ല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനാണ് മെട്രോ ഫിലിം സൊസൈറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയം എടുക്കാൻ മെട്രോ ഫിലിം സൊസൈറ്റി തീരുമാനിച്ചത്. നോക്കൂ, എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയമായിട്ട് ആൾക്കാരുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള ബോധം പടർത്തി വിടുന്നതെന്ന് പല സമകാലികരിച്ച പല സിനിമകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല സിനിമകളും അംഗത്തിനാണ് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുന്ന സിനിമകൾ നമുക്ക് പ്രചരിപ്പിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ദൗത്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. വളരെ കുറഞ്ഞ സമയം നമുക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ വിഷയം ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. പറയാൻ ഒരുപാടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നേരത്തെ ഇന്ന് നമ്മൾ മെട്രോ ഫിലിം സൊസൈറ്റി പ്രദർശിപ്പിച്ച ഒരു സിനിമ മലവാഴി എന്ന സിനിമ. ആ മലവാഴി എന്ന സിനിമ ചർച്ച ചെയ്യുന്നത് പരിസ്ഥിതി രാഷ്ട്രീയം തന്നെയാണ്. പരിസ്ഥിതി രാഷ്ട്രീയവും ജാതി രാഷ്ട്രീയവും ആചാരനിബദ്ധമായിട്ടുള്ള ചില രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. അത് കൃത്യമായിട്ടും എങ്ങനെയാണ് വികസനത്തിൻ്റെ പേരിൽ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയാണ് മലവാഴി. അത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ മാത്രമല്ല, നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആശാവഹമായ നിരാശപ്പെടേണ്ട കാര്യമില്ല. സജീവൻ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് അടുത്ത 50 കൊല്ലത്തേക്ക് ഒരു തരത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വഴി ഇല്ല എന്നുള്ള തരത്തിലൊരു കമൻറ്റ് നൽകി. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ പുതിയ കുട്ടികൾ ഏറ്റവും മുഴുവനല്ലെങ്കിൽ പോലും ആശാവഹമായ ചില സിനിമകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ സ്ത്രീകളുടെ വിഷയത്തെ സംബന്ധിച്ച് സ്ത്രീകൾ എങ്ങനെ മുന്നോട്ട് വരണം, സ്ത്രീകളുടെ ശക്തമായ പ്രാതിനിധ്യം സമൂഹത്തിൽ വരേണ്ടതുണ്ട്. അത് കമലിൻ്റെ സിനിമകളിൽ തന്നെ കൃത്യമായിട്ട് പറയാറുണ്ട്. മേഘമൽഹാറിൽ ശ്രീനന്ദിനി പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു മേനോനില്ലാതെ തന്നെ എൻ്റെ ഭർത്താവ് പക്ഷേ വരുമ്പോൾ കാണുമായിരിക്കും, ഞാൻ ഫാനിൽ കെട്ടി തൂങ്ങിച്ചാകുന്നതായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെ ചാവില്ല, ഞാൻ ജീവിച്ചിനെ കാണിക്കും. അതുകൊണ്ട് അത്തരത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുള്ളതിൽ ഈ അടുത്ത ശ്രുതി ശരണ്യത്തിൻ്റെ B3242 എന്നുള്ള സിനിമ, ഇത്തരമുള്ള സിനിമകളൊക്കെ കൃത്യമായിട്ടും ഈ സ്ത്രീകളുടെ രംഗപ്രവേശം, സ്ത്രീകൾ എങ്ങനെയാണ് രംഗത്ത് വരേണ്ടതെന്നുള്ള കൃത്യമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ സിനിമകളെല്ലാം തന്നെ പ്രചരിപ്പിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണ്. പ്രേക്ഷകരെന്ന നിലക്ക് അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കുക, അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യണം. ആ ഒരു ദൗത്യം കൂടിയാണ് മെട്രോ ഫിലിം സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾ, അത്തരത്തിലുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാൻ മെട്രോ ഫിലിം സൊസൈറ്റി എന്നും പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ശക്തമായി നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സന്തോഷ്. പറയുന്നത് കുറച്ചാണെങ്കിലും കൂടുതലായി ചിന്തിക്കാനായിട്ടാണ് നമ്മൾ ഇത്തരം സെമിനാറുകൾ നടത്തുന്നത്. അപ്പോൾ ഈ സെമിനാറിൻ്റെ അവസാനത്തെ അതിഥി
MB പത്മകുമാർ, മെട്രോ ഫിലിം സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഒരു കവിയുമാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയിൽ സിനിമ 7 മണിക്ക് തുടങ്ങണമെന്നുണ്ട്. അതിനു മുമ്പേ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കണം എന്ന് താല്പര്യമുണ്ട് എനിക്ക്. ഈ വിഷയം, നമ്മുടെ മുമ്പിലുള്ള വിഷയം സമകാലിക സിനിമയും പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയവും എന്നാണ്. നമ്മൾ രാഷ്ട്രീയത്തെ സിനിമയിലേക്ക് അതിനെ സാംശീകരിക്കുന്നതെന്നോ ഉള്ള വിഷയങ്ങളല്ല, മറിച്ച് പ്രതിരോധം നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിലോമ മൂല്യങ്ങൾക്കും എതിരായിട്ടുമുള്ളതാണ് പ്രതിരോധം. അത് സിനിമ അതിനെ എങ്ങനെ സാംശീകരിക്കുന്നു, സിനിമയുടെ രാഷ്ട്രീയം എന്താണ്, സിനിമയിൽ ഒരു രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനം. നമ്മൾ എല്ലാവരും ചോദിക്കും, എല്ലാ സിനിമയും രാഷ്ട്രീയമാണോ? എല്ലാ സിനിമയ്ക്കും അതിൻ്റേതായ ഒരു രാഷ്ട്രീയമുണ്ട്. മനുഷ്യൻ്റെ കഥ പറയുന്നതാണെങ്കിൽ ആ സിനിമയിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയം പ്രതിലോമമാണോ പുരോഗമനപരമാണോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം. നമ്മൾ ആദ്യമായി സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സിനിമ ഈ ലോകത്തുണ്ടായ കാലത്ത് ഇതൊരു സാങ്കേതിക വിദ്യ, ആദ്യം ഇതൊരു സാങ്കേതിക വിദ്യ ആയിരുന്നെങ്കിലും പിന്നെ അതിന് സൃഷ്ടിപരമായ സാധ്യതകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഇതിൻ്റെ ആദ്യകാല പ്രയോക്താക്കൾ അവർ പോലും ഈ സിനിമയുടെ ഈ പ്രതിരോധ സാധ്യത തിരിച്ചറിഞ്ഞിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും ആദ്യം ഉണ്ടായ സിനിമയാണ്, ഏറ്റവും ആദ്യകാലങ്ങളുണ്ടായ സിനിമ ബാറ്റിസ്റ്റൻ പൊട്ടംകിൻ. അത് വിപ്ലവത്തെ സംബന്ധിക്കുന്ന ഒരു അപ്രൈസിങ്ങിനെ കുറിച്ച് എടുത്ത ഒരു സിനിമയാണ്. എന്തുകൊണ്ട് ഒരു അടിച്ചമർത്തലിനെ എങ്ങനെ ഒരു പട്ടാളക്കാർ നേരിടുന്നു എന്ന് നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന മൊണ്ടേഷ് എന്നുള്ള ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ പ്രയോഗിച്ചുകൊണ്ട് അതിൻ്റെ ചടുലത നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് സിനിമയുടെ പ്രയോഗ സാധ്യത ആദ്യമായി വെളിവാക്കിയത് ഐൻസ്റ്റീനായിരുന്നു. അവിടെ നിന്നും തുടങ്ങിയ ആണ് സിനിമയുടെ പ്രതിരോധത്തിലേക്കുള്ള ആ ചരിത്രം. എല്ലാ സിനിമയിലും നന്മയുടെയോ തിന്മയുടെയോ നിസ്സംസതയുടെയോ ഉദാത്തതയുടെയോ സ്ത്രീവശത്തിൻ്റെയോ സ്ത്രീവിരുദ്ധതയുടെയോ അരികുവൽക്കരിക്കപ്പെട്ടതിൻ്റെയോ ഇല്ലാതാക്കപ്പെടുന്നതിൻ്റെയോ മഹത്വവൽക്കരിക്കപ്പെടുന്നതിൻ്റെയോ ആയ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം അതിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അതിലുണ്ടാകുന്ന ആ പ്രത്യയശാസ്ത്രം തിന്മയെ പുകഴ്ത്തുന്നതും അതോടൊപ്പം നന്മയെ പുകഴ്ത്തുന്നതുമായ എല്ലാത്തരം പ്രവണതകളും സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനത് കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് കൂടുതൽ അതിലേക്ക് വഴിവിട്ട് പോകുന്നതിന് പകരം ഞാനത് വായിക്കാം. തീർച്ചയായും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലരും ഉപരിപ്ലവമായി കരുതുന്ന സിനിമ എന്ന വിനോദ മാധ്യമത്തെക്കുറിച്ചല്ല, മറിച്ച് മനുഷ്യൻ്റെ സ്വപ്നങ്ങളെയും ഭയങ്ങളെയും പ്രതീക്ഷകളെയും രാഷ്ട്രീയത്തെയും അതുവഴി മനുഷ്യഭാഗധേയത്വത്തെ പോലും രൂപപ്പെടുത്തുന്ന സിനിമയുടെ ശക്തിയെക്കുറിച്ചാണ്. നമുക്കറിയാം, എല്ലാ കാലത്തും സിനിമ വെറും കഥ പറച്ചിലല്ല ആയിരുന്നത്, മറിച്ച് സൂക്ഷ്മാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അധികാരത്തിൻ്റെ ഭാഷയും അതിനെതിരായ പ്രതിഷേധത്തിൻ്റെ ഭാഷയും ഒരേപോലെ സിനിമയിൽ ഇടം കണ്ടെത്തുന്നതാണ് നമ്മുടെ ലോക സിനിമയുടെ ചരിത്രം. അതുകൊണ്ടാണ് സിനിമയെ സംബന്ധിച്ച് ഈ വിഷയത്തിന് ഇപ്പോൾ ഇത്രയും പ്രസക്തി വന്നിരിക്കുന്നത്. ഒരു കാലത്ത് സിനിമ ജനങ്ങളെ അതിൻ്റെ ഗ്ലാമർ കൊണ്ട് സ്വയം മറക്കാൻ പഠിപ്പിച്ചു. എന്നാൽ ഇന്നത്തെ സിനിമ അതിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ ഒളിച്ചോട്ട സിനിമകളെ മാറ്റി നിർത്തിയാൽ ജനങ്ങളെ കുറേയേറെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്, ആരാണ് മിണ്ടാതാക്കപ്പെടുന്നത്, ആരാണ് ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കപ്പെടുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ പലപ്പോഴും ആ സിനിമകളുടെ ഉത്കണ്ഠകൾ. നമ്മൾ നേരിട്ട് സിനിമയുടെ പ്രധാന തീമായി നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കില്ല അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം. അതാണ് ആ രാഷ്ട്രീയം. നമ്മുടെ ലോക സിനിമയിൽ നമ്മൾ കൂടുതലായി കാണുന്നത് വെറും നായകന്മാരുടെ വിജയകഥകളല്ല, മറിച്ച് അരികുകളിലേക്ക് തള്ളിക്കളയപ്പെട്ട മനുഷ്യരുടെ ജീവിതങ്ങളാണ്. ദളിതരുടെ സമരം, സ്ത്രീകളുടെ ആത്മസമരം, തൊഴിലാളികളുടെ വേദന, കുടിയിറക്കപ്പെട്ട ആദിവാസികളുടെ തിരിച്ചു നൽകാനാവാത്ത നഷ്ടങ്ങൾ, മതന്യൂനപക്ഷങ്ങളുടെ ഭയം, ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശ പോരാട്ടം, ഇവയെല്ലാം ഇന്ന് സിനിമയുടെ കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മളിവിടെ കാണുന്ന പോപ്പുലർ സിനിമ എന്നറിയപ്പെടുന്ന സിനിമകൾ ആയിരിക്കണം എന്നില്ല അവയെല്ലാം, പക്ഷേ അവയെല്ലാം ധീരമായി ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്, ശക്തമായി അതിവിടെ പടരുന്നുമുണ്ട്. ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നുണ്ട്: എന്തുകൊണ്ടാണ് അധികാര കേന്ദ്രങ്ങൾ സിനിമയെ ഭയപ്പെടുന്നത്? കാരണം സിനിമയ്ക്ക് അസാധാരണമായൊരു ശക്തിയുണ്ട്. ഒരു പുസ്തകം 100 പേരെ ശാക്തീകരിക്കുമെങ്കിൽ, ചിന്തിപ്പിക്കുമെങ്കിൽ, ഒരു സിനിമയ്ക്ക് 100 ലക്ഷം പേരെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ ശാക്തീകരിക്കാൻ കഴിയും. ഒരേ സമയം അത്രയും ആൾക്കാരുടെ മനസ്സിൽ അത് ചോദ്യങ്ങൾ ഉയർത്തും. നമുക്കറിയാം, അധികാരം കൂടുതൽ ഭയപ്പെടുന്നത് ചോദ്യങ്ങളെയാണ്. ചോദ്യങ്ങൾ പാടെ ഒഴിവാക്കിയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും സിനിമകൾക്ക് സെൻസർഷിപ്പും നിരോധനവും ഭീഷണികളും നേരിടേണ്ടി വരുന്നത്. ചില സിനിമകൾക്കെതിരെ പ്രതിഷേധങ്ങളുണ്ടാകുന്നു,
ചില സംവിധായകർ രാജ്യദ്രോഹികളായി മുദ്രകുത്തപ്പെടുന്നു. ചില സാമൂഹ്യ മാധ്യമ വിചാരണകൾക്ക് ഇരയാകുന്നു. ഇതൊന്നും യാദൃശ്ചികമല്ല. കാരണം കലയും അധികാരവും തമ്മിലുള്ള സംഘർഷം ചരിത്രപരമാണ്. അതിൻ്റെ രൂപങ്ങളാണ് നമ്മൾ ഈ പ്രവൃത്തികളിൽ കാണുന്നത്. ഇവിടെ പക്ഷേ അതോടൊപ്പം ഒരു ആത്മപരിശോധനയും സാധ്യതയുണ്ട്. കാരണം എന്നാൽ പ്രതിരോധ സിനിമകൾ എന്ന് പറഞ്ഞ് നിർമ്മിക്കപ്പെടുന്ന പല സിനിമകളും അതിൻ്റെ ആ ബാഹ്യമായ ആഡംബരങ്ങളിൽ മുഴുകി വെറും കെട്ടുകാഴ്ചകളായി മാറുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നതായി നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. എങ്കിൽ പോലും പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം ഒരിക്കലും മുദ്രാവാക്യങ്ങൾ കൊണ്ട് നമുക്ക് നികത്താൻ കഴിയുന്നതല്ല. അത് മനുഷ്യൻ്റെ മാനവികതയെ എത്ര ആഴത്തിൽ സ്പർശിക്കുന്നു എന്നതിനനുസരിച്ചാണ് അതിൻ്റെ മൂല്യം നാം അളക്കുന്നത്. വേറൊന്നുള്ളത്, ഈ 2000-ന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഡിജിറ്റൽ സിനിമയുടെയും ഡിജിറ്റൽ കാലഘട്ടമാണ്. ഈ സിനിമ എന്ത് സംഭവിച്ചു? അതിന് ഒരു ഗുണപരമായ മാറ്റം വന്നു. സിനിമയിലൊരു ജനാധിപത്യവൽക്കരണമെന്നും ആൾക്കാർ സ്റ്റുഡിയോകളിൽ നിന്ന് പുറത്തു വന്ന് ക്യാമറകൾ കൊണ്ട് മൊബൈലുകൾ കൊണ്ട് സിനിമകൾ എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുകൊണ്ട് സിനിമയെ ഒരു പ്രത്യേക ഇതിനകത്ത് കെട്ടി നിർത്താൻ പറ്റാത്ത, അധികാരത്തിൻ്റെ മൊത്തം അതിരുകൾക്കുള്ളിൽ കെട്ടി നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് സിനിമ മാറി. അതിൻ്റേതായ ഗുണങ്ങൾ ഇപ്പോൾ സിനിമയിൽ കാണാനുണ്ട്. OTT പ്ലാറ്റ്ഫോമുകൾ പുതിയ ശബ്ദങ്ങൾക്ക് അവസരം നൽകുന്നു. ഒരിക്കൽ മുഖ്യധാര എറിഞ്ഞുകളഞ്ഞ തീമുകൾ ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ ലോകം തന്നെ വ്യാജ പ്രചരണത്തിൻ്റെയും വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെയും ഉപകരണങ്ങളെ എങ്ങനെ സമർത്ഥമായി തടയാമെന്ന് ഡിജിറ്റൽ മാധ്യമങ്ങൾ പുതിയ കാലത്ത് നമ്മളെ കാണിച്ചു തരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സിനിമയെ നമ്മൾ വിമർശനാത്മകമായി വായിക്കാനുള്ള സാമൂഹ്യ ബോധം വളർത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ സിനിമ കാണുന്ന പ്രേക്ഷകർ മാത്രമല്ല, അതിൻ്റെ രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്നവരും ആയിരിക്കണം. സിനിമ എന്നല്ല, ഏത് കലാസൃഷ്ടിയുടെയും യഥാർത്ഥ മഹത്വം അത് മനുഷ്യനാക്കുന്നതിന് കഴിയുമ്പോൾ അത് ഒരു കലാസൃഷ്ടിയായി മാറുന്നത്. ഒരു തൊഴിലാളിയുടെ വേദന നമ്മുടെ വേദനയാക്കുമ്പോൾ, ഒരു അഭ്യർത്ഥിയുടെ ഭയം നമ്മുടെ ഹൃദയത്തിലെത്തുമ്പോൾ, ഒരു സ്ത്രീയുടെ മൗനം നമ്മുടെ കുറ്റമായി നാം തിരിച്ചറിയുമ്പോൾ അവിടെയാണ് സിനിമ പ്രതിരോധാത്മകമാകുന്നത്. അതിനാൽ പ്രതിരോധം എപ്പോഴും തെരുവിലിറങ്ങലല്ല, ചിലപ്പോൾ ഒരു കഥ കൃത്യമായി പറയുന്നത് പോലും വമ്പൻ പ്രതിരോധമായി മാറുന്നു. ഒരു നിരോധിത സത്യം സ്ക്രീനിലെത്തുമ്പോൾ അതും ഒരു പ്രതിരോധമായി മാറുന്നു. ഞാൻ കാണുന്നു, ഞാൻ ചോദിക്കുന്നു, ഞാൻ മിണ്ടാതിരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഓരോ കലാശ്രീയും പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പങ്കാളിയാകുന്നു. അതിനാൽ ചിന്തിക്കുന്നവർ ഒരു കാലത്തും സിനിമയെ ഒരു വിനോദ ഉപാധിയായി കാണാത്തതുപോലെ ഇന്ന് സാധാരണ ജനങ്ങളും സിനിമയെ വെറും ഒരു വിനോദ ഉപാധിയായി കാണുന്നില്ല. മറിച്ച് അത് നമ്മുടെ കാലത്തിൻ്റെ സാമൂഹ്യ രേഖയാണ്, രാഷ്ട്രീയ സാക്ഷ്യപത്രമാണ്, മനുഷ്യ മനസ്സിൻ്റെ പോരാട്ടങ്ങളുടെ ദൃശ്യചരിത്രമാണ് എന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കപ്പെടുന്നു. കാരണം കലയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാത്ത ഒരു സമൂഹത്തിൽ ജനാധിപത്യം സുരക്ഷിതമാകാൻ ഇടയില്ല. ചോദ്യങ്ങളില്ലാത്ത സമൂഹം വളരെ വേഗം ചിന്താപരമായ അടിമത്തത്തിലേക്കും അനുസരണയുടെ ഇരുണ്ട കാലത്തേക്കും തള്ളപ്പെടുമെന്നത് ചരിത്ര സാക്ഷ്യമാണ്. ഈ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സമകാലിക സാഹചര്യം എടുത്താലോ വളരെ നിരാശാജനകമായ കാര്യങ്ങളാണ് തെളിയുക. കപട ദേശീയവാദം, ന്യൂനപക്ഷ വിരുദ്ധത, ഭയത്തിൻ്റെ ഉപകരണങ്ങളുടെ ഉപയോഗം എന്നിവ കൊണ്ട് സിനിമാ ലോകത്തെയും സമൂഹത്തെ മൊത്തമായി തന്നെയും അടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം അത്തരം പ്രത്യയശാസ്ത്രങ്ങൾ പുലർത്തുന്ന സിനിമകൾ കളം നിറഞ്ഞ് ആടുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത്തരം സിനിമകളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ചെറിയ പ്രതിരോധങ്ങൾ തീർക്കുന്ന സിനിമകൾ പോലും സെൻസർഷിപ്പിൻ്റെയും ആൾക്കൂട്ട ഭീകരതയുടെയും ആസൂത്രിതമായ ആക്രമണങ്ങൾ ഇല്ലാതെയാകുന്നു. മറ്റ് സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടങ്ങളുള്ള രാജ്യങ്ങളിലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എങ്കിലും ജീവിതം പണയം വെച്ച് സിനിമ നിർമ്മിക്കുന്നവർ ഇപ്പോഴും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. പലസ്തീനിൽ നിന്നൊക്കെ വരുന്ന അണ്ടർഗ്രൗണ്ട് സിനിമകൾ ഈയിടെ IFFKയിൽ ഒരു പാക്കേജ് ഓഫ് സിനിമ പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചില്ല. അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഗരിമ കൊണ്ട് അവ തടയപ്പെട്ടു. അങ്ങനെ അണ്ടർഗ്രൗണ്ടുകളിൽ പോലും നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ ഇന്ന് പ്രദർശന സാധ്യത കിട്ടാതെ പലയിടങ്ങളിലും അവശേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമാന്തരമായി പലയിടങ്ങളിലും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ സിനിമയുടെ ചരിത്രത്തിൽ സമഗ്രാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഞെരിഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ സിനിമാ പ്രവർത്തകരെ പോലെ
ഫാൻറ്റസിയുടെയും അന്യാപദേശത്തിൻ്റെയും ഉപദേശകഥകളുടെയും ഒക്കെ ഓരോ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളിലേക്ക് നമ്മൾ പലരും തിരിയുകയും ആ രീതിയിലുള്ള സിനിമകൾ കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സാധ്യത നിലനിർത്തുകയും വേണം. അതിന് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്, സിനിമാ ചരിത്രത്തിലുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയണം. ഉപസംഹാരമായി പറയുകയാണെങ്കിൽ സിനിമ നമ്മെ സ്വപ്നം കാണാൻ മാത്രമല്ല ഉണരാനും പ്രേരിപ്പിക്കണം. അധികാരത്തെ ആഘോഷിക്കുന്ന സിനിമകളെക്കാൾ മനുഷ്യനെ നിർവചിക്കുന്ന സിനിമകളാണ്, ചോദ്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിക്കുന്ന സിനിമകളാണ് കാലത്തെ അതിജീവിക്കുക എന്നത് ഒരു ചരിത്ര സാക്ഷ്യം കൂടിയാണ്. നന്ദി പത്മകുമാർ. മതവും വർഗീയതയും രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെയും പൂച്ചുവിലങ്ങിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മെട്രോ ഫിലിം സൊസൈറ്റി നിങ്ങളോട് പറഞ്ഞു വയ്ക്കുന്നത് സിനിമ വെറും വിനോദം മാത്രമല്ല, സമരോപാധി കൂടിയാണെന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സെമിനാർ സംഘടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട വിഗതകുമാരൻ, JC ഡാനിയൽ സംവിധാനം ചെയ്ത വിഗതകുമാരൻ, ആ വിഗതകുമാരനെ കമൽ, നമ്മുടെ പ്രശസ്ത സംവിധായകൻ കമൽ അണിയിച്ചൊരുക്കി സെല്ലുലോയിഡ് എന്ന സിനിമ ശനിയാഴ്ച സംഗീത തിയേറ്ററിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ സെമിനാറിന് ശേഷം കമൽ സംവിധാനം ചെയ്ത പെരുമഴക്കാലം എന്ന സിനിമയാണ്. 2004 കാവ്യ മാധവന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും 2005 മികച്ച ദേശീയ അവാർഡ് മികച്ച സാമൂഹ്യ ചിത്രം എന്നുള്ള ദേശീയ അവാർഡ് നേടിയതാണ് പെരുമഴക്കാലം. ആ പെരുമഴക്കാലമാണ് ഈ സെമിനാറിന് ശേഷം ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഈ സെമിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതിനായി മെട്രോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ തോമസ് കൊറശ്ശേരിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സമയം അതിക്രമിച്ചു, നമ്മുടെ സിനിമ തുടങ്ങേണ്ടതാണ്. എങ്കിൽ പോലും വളരെ കാലിക പ്രസക്തിയുള്ളൊരു വിഷയത്തെയാണ് നമ്മളിന്ന് മുൻനിർത്തിക്കൊണ്ട് ഒരു സെമിനാർ നടത്തിയത്. വളരെ സുദീർഘമായി തന്നെ ഇവിടെ ആളുകൾ സംസാരിച്ചു. ഈ ആളുകൾ സംസാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ ഇത്തരം വിഷയങ്ങളെ കൂടുതൽ അറിയുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് നല്ലപോലെ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ശരിയല്ലേ? കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് സമയം ആയി എന്നാൽ പോലും സിനിമ എപ്പോഴും ഒരു പ്രതിഷേധത്തിൻ്റെ വേഷമണിയുന്നതാണ്. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവരൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ആ പ്രതിഷേധത്തിൻ്റെ വേഷമണിയുമ്പോൾ ഇത് സമൂഹത്തിൽ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ടാണ് എപ്പോഴും കാണുന്നത്. സമകാലിക വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സിനിമ നടക്കുമ്പോൾ ആ സിനിമ ചിലപ്പോൾ അച്ചടി മാധ്യമങ്ങളിൽ ഏറ്റവും എടുത്ത് പറയുന്നത് ഇന്ന സിനിമ ഇന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളടക്കമുള്ള ആളുകൾ എന്താണ് ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ആ സിനിമ വളരെ അച്ചടക്കത്തോടു കൂടി ഒരു തിയേറ്ററിൽ പോയിരുന്ന് കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സിനിമയുടെ പങ്ക് വളരെ വലുതാണ്. ആ സിനിമ എന്നും പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സമകാലിക സിനിമയിൽ പ്രതിഷേധത്തിൻ്റെ രാഷ്ട്രീയം എന്നും അതുപോലെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഈ സെമിനാറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സെമിനാറിൽ അധ്യക്ഷപദം അലങ്കരിച്ച ഏറെ ബഹുമാനീയനായ ശ്രീമതി KK രാജേശ്വരി അവർക്ക് ഞാൻ ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത സംവിധായകൻ വളരെ സുദീർഘമായി തന്നെ നമ്മോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞ ഈ വിഷയത്തിൽ കുറച്ചധികം കൂടി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ സമയപരിമിതി മൂലമാണ് അദ്ദേഹം ചുരുക്കുകയും ചെയ്തത്. എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വളരെയധികം ഉള്ളടക്കമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ആ ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനീയനായിട്ടുള്ള ശ്രീമാൻ സജീവൻ അന്തിക്കാരനും ഞാൻ ഈ യോഗത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ശ്രീമതി VK ഷാഹിന വളരെ കൃത്യമായ രീതിയിൽ തന്നെ സിനിമയുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ കഥാപാത്രമായിട്ട് വരുന്ന സിനിമയെക്കുറിച്ചും പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞ സിനിമകളുണ്ടെങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ വളരെ നമ്മളോട് തന്നെ തുറന്നു പറഞ്ഞ ശ്രീമതി VK ഷാഹിനയ്ക്കും അതുപോലെ തന്നെ ശ്രീ KK സന്തോഷ് കുമാർ, ശ്രീ MP പത്മകുമാർ അടക്കമുള്ള എല്ലാവർക്കും ഇവിടെ ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുത്ത ഞങ്ങളുടെ കേൾവിക്കാരായിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.